ഹലോ മക്കളെ, ശ്രുത ടീച്ചറാണ്. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ലൈവ് ക്ലാസ്സുകളും ഒക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാത്തവരൊന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യണം. നോട്ട്സൊക്കെ അതിലാണ് വരാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ടീച്ചർ ഇതാ വിത്ത് എന്ന മഹാത്ഭുതം എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, ചെറുവയൽ രാമൻ്റെ. അപ്പോൾ ഇത് കൃഷിയെക്കുറിച്ചുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിത്ത് ഒരു മഹാ അത്ഭുതം തന്നെയാണ് എന്ന് നമ്മളും തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. കർഷകരുടെ നീണ്ടകാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായകമാകുന്നത്. പാഠഭാഗത്ത് നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം. എന്താണ്? കർഷകരുടെ നീണ്ടകാലത്തെ പരിശ്രമം അല്ലേ, അവരുടെ അനുഭവങ്ങൾ, അതൊക്കെ അവർ ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നു. ഒരു വിത്തിൻ്റെ മൂപ്പെത്തുന്നത് അല്ലേ, പാകമാകുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? വിശകലനം ചെയ്തിട്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കണം. അല്ലെങ്കിൽ വെറുതെ അങ്ങ് പോയിട്ട് കൃഷി ചെയ്താൽ മതിയോ എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്, ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെറുതെ നമ്മൾ പോയിട്ട് കൃഷി ചെയ്താൽ ഒന്നും വളരുമൊന്നുമില്ല അല്ലേ, അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. അപ്പോൾ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ചോദ്യം തന്നെ വരണമെന്നില്ല, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, പക്ഷേ ഇതേ പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഇതാ പോയിന്റായിട്ട് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആദ്യം നമ്മൾ എഴുതണം, കൃഷി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് അല്ലേ. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ അല്ലേ, എല്ലാത്തിൻ്റെയും ഒരു നട്ടെല്ലാണ് കൃഷി എന്ന് പറയുന്നത്. കർഷകരുടെ കൃത്യമായ പങ്കാളിത്തം ഉയർന്ന വിളവിന് പിന്നിലുണ്ട്. നല്ലൊരു ഉയർന്ന വിളവ് നമുക്ക് കിട്ടണമെങ്കിൽ കർഷകരുടെ കൃത്യമായിട്ടുള്ളൊരു പങ്കാളിത്തം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വിത്തിൻ്റെ ശരിയായ തിരഞ്ഞെടുപ്പിലൂടെയും വിത്ത് ശേഖരണത്തിലൂടെയും വിത്ത് സംരക്ഷണം എന്നിവയിലൂടെയാണ് കർഷകർ അവരുടെ പങ്കാളിത്തം ഇതിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. പിന്നെ എന്താണ്? കർഷകരുടെ അനുഭവങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകളെല്ലാം നമുക്ക് ലഭിക്കുന്നത്. കർഷകരുടെ അനുഭവം ഇതിനൊരു ഘടകമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായുമാണ്. നല്ലൊരു അനുഭവസ്ഥനായ ഒരു കർഷകന് മാത്രമാണ് നല്ലൊരു വിളവ് അല്ലെങ്കിൽ ഈ ഒരു രംഗത്തേക്ക് നല്ലൊരു സംഭാവന ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലേ. കാലാവസ്ഥയ്ക്കനുസരിച്ച് വിളകൾ മാറ്റിയിട്ടും നൂതന സാങ്കേതികത പ്രയോജനപ്പെടുത്തിയും കൃഷിയെ അവർ മുന്നോട്ട് നയിക്കുന്നുണ്ട്. പിന്നെയോ, വിദ്യാഭ്യാസവും പുതിയ ശാസ്ത്രീയ അറിവുകളും ഒത്തുചേർന്നപ്പോൾ ഉൽപാദനക്ഷമത കൂടി. വിദ്യാഭ്യാസം എങ്ങനെയാണ് കൃഷിയെ സ്വാധീനിക്കുന്നത്? പുതിയ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നുണ്ട്, നൂതന ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ അല്ലേ, അതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഉൽപാദനക്ഷമത കൂടുന്നത്. പാരമ്പര്യമായ അറിവുകൾ വേണം. പരമ്പരാഗതമായിട്ട് കിട്ടിയ ചില കർഷകരുണ്ടാവും അല്ലേ, പരമ്പരാഗതമായിട്ട് അവർ കർഷകരായിരിക്കും. ആ ഒരു അറിവുകൾ, അതിൽ നിന്ന് കിട്ടുന്ന അവർക്കറിയാവുന്ന ചില കൃഷി രീതികൾ, നമ്മുടെ കാർഷിക പാരമ്പര്യത്തിൻ്റെ പേര് നിലനിർത്തുന്നത് ഇത്തരം പാരമ്പര്യമായിട്ട് കിട്ടുന്ന അറിവുകളും കൃഷി രീതികളും ഒക്കെയാണ്. പിന്നെ മണ്ണിൽ അധ്വാനിച്ച് പ്രകൃതിയെ സംരക്ഷിച്ച് പ്രകൃതി കനിഞ്ഞു നൽകുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ നാടിൻ്റെ വിശപ്പ് അടക്കുന്നവരാണ് ഓരോ കർഷകരും. അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് നിങ്ങളൊരു കുറിപ്പായിട്ട് എഴുതണം. ഇത് ടീച്ചർ പറയുന്നത് വിത്തെന്ന മഹാത്ഭുതം എന്ന് പറയുന്ന പാഠത്തിൽ മാത്രമല്ല, ഗ്രാമശ്രീ ആയാലും കുമ്മാട്ടി ആയാലും എല്ലാം കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. അപ്പോൾ അതിലേക്കെല്ലാം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം കേട്ടോ. ഗ്രാമശ്രീ എന്ന കവിതയിൽ നിന്നും ഈ ഒരു ചോദ്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 2 പാഠങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ചോദ്യം വരാം. അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ വിശകലനക്കുറിപ്പ് അടിപൊളിയായിട്ട് തയ്യാറാക്കണം. അപ്പോൾ ക്ലാസ് 7 നമുക്ക് അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്, എല്ലാവർക്കും അറിയാം അല്ലേ, സൈലത്തിൻ്റെ. അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. കാരണം അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത്രയും ഫീച്ചേഴ്സാണ്. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളുണ്ട്, അതുപോലെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ട്, ഡൗട്ട് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. പിന്നെ ഒരു പാഠം കഴിയുമ്പോൾ അതിൻ്റെ ടെസ്റ്റ് നടത്തും, എന്നിട്ട് അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനും ലൈവായിട്ട് നടത്തും. അതിൽ നിന്ന് മാർക്ക് കുറഞ്ഞാൽ അടുത്ത ഒരു പരീക്ഷയ്ക്ക് അവർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ.
പിന്നെ സ്ലൈഡും നോട്ടും എല്ലാം നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ കിട്ടും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, പിന്നെ ജനറൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാം ഉണ്ടാവും. ഒരു വർഷത്തേക്ക് അവഞ്ചേഴ്സ് ബാച്ചിലെ നമ്മുടെ ഫീ എന്ന് പറയുന്നത് 1999 രൂപയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓഫർ വരാറുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രുത ടീച്ചറെ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.